മനുഷ്യനൊട്ടും വിട്ടുമാറാനുണ്ടാത്ത അല്ലെങ്കിൽ ഏറ്റവും പ്രിയപ്പെട്ടതായ ഒരു പാനീയമാണ് ചായ, ടീ. മോഹൻലാൽ പറഞ്ഞതുപോലെ ഉയരം കൂടുമ്പോൾ ചായയുടെ സ്വാദ് കൂടും. നിരവധി പേർ പറഞ്ഞിട്ടുണ്ട്, ചരിത്രം തെളിയിച്ചിട്ടുമുണ്ട്. ചായയെക്കുറിച്ച് പറയുമ്പോൾ ചായയുടെ രാഷ്ട്രീയത്തെക്കുറിച്ച് പറയാം. അതുപോലെ തന്നെ നമ്മൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, അന്ന് തേയിലത്തോട്ടത്തിലെ ലേബർ തൊഴിലാളികൾ അവരുടെ രാഷ്ട്രീയം എങ്ങനെ ഉത്ഭവിച്ചു എന്നും നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കും. അതിന് ചായ, തേയില എന്തുമാത്രം പ്രാധാന്യം ചെലുത്തിയിട്ടുണ്ട്. ഒരു മനുഷ്യൻ ജീവിച്ച് വളർന്ന് അല്ലെങ്കിൽ ആ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഇടക്കാലം തൊട്ട് സൗഹൃദങ്ങളിൽ കൂടെ അവർ ചായകൾ പങ്കിടുമ്പോൾ, സ്നേഹം പങ്കിടുമ്പോൾ, അതുപോലെ തന്നെ പ്രണയത്തിലൂടെ ചായ പങ്കിടുമ്പോൾ, മരണത്തിന് ശേഷവും ചായ വിതരണം ചെയ്യും. അപ്പോൾ ചായ ഈ ലോകത്തിന് ഒട്ടും മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു പാനീയമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ് നാം വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെയാണ് ചായയെക്കുറിച്ച് പറയുമ്പോൾ ചായ വ്യവസായങ്ങളെക്കുറിച്ച് പറയാം. ആ വ്യവസായങ്ങളെക്കുറിച്ച് പറയുമ്പോൾ എത്തരത്തിലാണ് ചായയെ പ്രസൻറ്റ് ചെയ്യുന്നത് നോക്കണം. 4,40,000 4 രൂപ തൊട്ട് തുടങ്ങുന്ന ചായകൾ, അണ്ണാച്ചിമാരുടെ ചായകൾ, ബായിമാരുടെ ചായകൾ, മലയാളികളുടെ ചായകൾ, എല്ലാ ചായകളും ക്ലബ് ചെയ്ത് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് ഒരു വഴി തുറന്നു തരികയാണ്. എ സ്റ്റോറി ഓഫ് കപ്പ് ഓഫ് ടീ വിത്ത് മൈ ഫ്രണ്ട്. ഹായ്, ഹലോ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ വായും പറിച്ചും. മഴക്കാലമൊക്കെ അല്ലേ, നമുക്കെല്ലാവരും എപ്പോഴും വഴി സൈഡിൽ നിന്ന് ഒരു ചായ കുടിക്കാൻ വളരെ താല്പര്യമാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ്, ഈ മഴക്കാലത്ത് നിങ്ങളെല്ലാം സേഫാണെന്ന് വിചാരിക്കുന്നു. അതിനോടൊപ്പം ഞങ്ങളുടെ ഒരു ചെറിയ ചായക്കഥയായിട്ട് ഞങ്ങൾ വരികയാണ്. ദിസ് ഈസ് അവർ ന്യൂ സീരീസ് എ കപ്പ് ഓഫ് ടീ വിത്ത് മൈ ഫ്രണ്ട്. എൻ്റെ പേര് കിരൺ കെ മുരളി. ഞാൻ മാർക്കറ്റിംഗ് സ്റ്റാഫായിട്ട് യൂറോബോൺ എന്ന് പറഞ്ഞ കമ്പനി വർക്ക് ചെയ്യുക. യെസ്, കിരണിനെ ഇതിൽ കൂടുതൽ ഞാൻ പരിചയപ്പെടുത്തുന്നുണ്ടിരിക്കുന്ന ഒരു ചെറിയ ആവശ്യകതയുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് എടുക്കുമ്പോൾ കിരൺ വളരെ പ്രാധാന്യപ്പെട്ട ഒരാളായിരുന്നു. വേറൊന്നും കൊണ്ടല്ല, കിരണിൻ്റെ ഒരു മാനറിസം, കിരണിൻ്റെ ഒരു ടോക്കറ്റീവ്, കിരണിൻ്റെ ഒരു കാഴ്ചപ്പാട്, ഇതെല്ലാം വളരെ വ്യത്യസ്തമാണ് ബാക്കിയുള്ളവരെ അപേക്ഷിച്ച്. ഞാൻ പരിചയപ്പെട്ടതിൽ എൻ്റെ സുഹൃത്തുക്കളിൽ നിന്നെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതൊരു വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെയാണ് നിന്നെ ഈ വായും പറച്ചിൽ എന്ന യൂട്യൂബ് ചാനലിൽ, വളരെ ഫേമസ് ആയൊരു യൂട്യൂബ് ചാനലാണ്, ഇനി ഫേമസ് ആകാൻ പോകുന്ന ഒരു യൂട്യൂബ് ചാനലാണ്. ചിലപ്പോൾ അതിലേക്ക് നീ വന്നതോടുകൂടി കൂടി ഇതിനൊരു ഹൈപ്പ് കൂടും. അപ്പോൾ എൻ്റെ കൂടെ ചായ കുടിക്കാൻ നീ റെഡിയാവും? ഉറപ്പായിട്ട് ചായ കുടിക്കാൻ ഞാൻ റെഡിയാണ്. ഈ ചായ എന്ന് പറയുമ്പോൾ ചായയുടെ ചരിത്രം നിനക്കറിയാം? ചായക്ക് ഒരു 5000 വർഷത്തെ പഴക്കമുണ്ടെന്ന് ഞാൻ കേട്ടു. 5000 വർഷം. ഈ ചായ എന്ന് പറയുന്ന ഒരു പാനീയം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഔഷധ ഗുണങ്ങളും ഉള്ളതാണ്. ഈ നമ്മുടെ ഈ മദ്യം പോലെ തന്നെ ഇതൊരു ലഹരിയായിട്ട് തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ ഇതിന് ഭയങ്കര ഔഷധ ഗുണവും അതേസമയം സൈഡ് എഫക്റ്റും ഉള്ള സാധനം. ഈ ചായ ഉത്ഭവിച്ചെടുത്തതെന്ന് പറഞ്ഞാൽ ചൈന എന്ന രാജ്യമാണ് ഈ ചായയെ ആദ്യമായി ഒരു രൂപത്തിലേക്ക് കണ്ടെത്തുന്നത്. പിന്നീട് അത് ബെൽജിയത്തിലേക്ക് പോയി. അവിടുന്നാണ് ഇന്ത്യ എന്ന മഹാരാജ്യത്ത് ചായ എന്ന വിസ്മയം കണ്ടുപിടിച്ചത് ബ്രിട്ടീഷുകാരാണ്. ഈ ബ്രിട്ടീഷുകാരുടെ ഒരു സംഭവം എന്ന് വെച്ചാൽ, ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറഞ്ഞാൽ ഈസ്റ്റ് ടീ കമ്പനി എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. അപ്പം നീ ചായ കുടിക്കാൻ പോകാറില്ലേ? പിന്നെ ചായ കുടിക്കുന്ന മനുഷ്യന്മാരുണ്ടോ? അപ്പൊ നിനക്ക് ചായയെ കുറിച്ച് എന്തായിരിക്കും കൺസെപ്റ്റ്? ഇങ്ങനെ ചായ കുടിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഉന്മേഷം തരുന്ന ഒരു പാനീയമാണ് ചായ എന്ന് പറയുന്നത്. വെച്ചാൽ മലയാളികൾക്കെന്നല്ല, ലോകമെമ്പാടും എല്ലാവരും ചായ കുടിക്കുന്നത് ഉന്മേഷത്തിന് വേണ്ടിയാണ് ചായ കുടിക്കുന്നത്. വെച്ചാൽ ഞാൻ കേട്ടുപരിച്ചുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചൈനയിലെ ഒരു രാജാവ് നായാട്ടിന് പോയ സമയത്ത് ആള് ഒരു തിളപ്പിച്ച വെള്ളം കുടിക്കാൻ ഉണ്ടാക്കിയ സമയത്ത് അതിനകത്തേക്ക് ഏതോ ഒരു ഇല വന്ന് വീണു, ഒരു ഉണങ്ങിയ ഇല വന്ന് വീണു. ആ ഇല വന്ന് വീണപ്പോഴത്തേക്കും അതിന് കളർ വ്യത്യാസം ഉണ്ടായി. ആ വെള്ളം, ആ പാനീയം കുടിച്ചപ്പോഴത്തേക്കും ആൾക്കൊരു ഉന്മേഷം തോന്നി. പിന്നീട് അവിടെ നിന്നാണ് ആ ചായയുടെ ഉത്ഭവം ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട്, പറഞ്ഞു ചൈനയിൽ നിന്ന്. അതാണ് ചൈനയുടെ ഉത്ഭവം നീ ഇപ്പൊ പറഞ്ഞു വെച്ചിരിക്കുന്ന ഈ രാജാവ് കുടിച്ചപ്പോൾ അങ്ങനെ ഞാൻ കേട്ടു. അതാണ് ചായ. ഈ ചായയുടെ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? പാൽ ചായയാണോ കട്ടൻ ചായയാണോ? പ്യൂർ ഫോം കട്ടൻ ചായ തന്നെയാണ്. ഈ ചായക്ക് രാഷ്ട്രീയമുണ്ടോ? നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചായക്ക് ഉണ്ട്, രാഷ്ട്രീയമുണ്ട്. ചായക്ക് രാഷ്ട്രീയം കാണും, ഉറപ്പായിട്ടും രാഷ്ട്രീയമുണ്ട്. എങ്ങനെയാ നീ ഒരു കൺസെപ്റ്റിലേക്ക് അതിനൊരു കൺസെപ്റ്റ് പറയുവാണെങ്കിൽ എങ്ങനെ പറയുന്നത്, ഇപ്പം പാൽ ചായ എന്ന് പറയുന്നത്, ഇപ്പം എൻ്റെ രാഷ്ട്രീയം അല്ലായിരിക്കും നിന്റെ രാഷ്ട്രീയം. ഉറപ്പ് പറഞ്ഞ പോലെ ഇപ്പം പാൽ ചായ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ വേറെ, കടിഞ്ചായ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ വേറെ. എന്നപ്പോഴത്തേക്കും അതിൻ്റെ അത് 2 കൺസെപ്റ്റായി. ഇപ്പം രണ്ട് തരത്തിലേക്ക് മാറി. അതുപോലെ തന്നെ ഇപ്പം
നാരങ്ങ പിഴിഞ്ഞൊഴിക്കുക. നാരങ്ങ പിഴിഞ്ഞൊഴിക്കുമ്പോഴത്തേക്ക് അതിന് വേറെ ലെമൺ ടീ എന്ന് പറഞ്ഞ, അതിപ്പോൾ കോഴിക്കോടൊക്കെ വരുമ്പോഴത്തേക്കും അതിന് പറയുന്ന സുലൈമാനി എന്ന് പറഞ്ഞ പേര്. അപ്പം അവർക്ക് വേറെ സ്റ്റൈലായി ബിരിയാണിക്ക് ശേഷം കുടിക്കുന്നു. അത് തന്നെ അവർക്ക് വേറെ സ്റ്റൈലായി മാറി. വേറെ സംഭവം എന്താ ഈ നാരങ്ങ പിഴിഞ്ഞൊഴിക്കുന്നതല്ലേ ഈ തൂറ്റിൽ വന്നിട്ടുണ്ടോ? തൂറ്റിൽ വന്നിട്ടുണ്ടോ വെച്ചാൽ ഉറപ്പായിട്ടും വരാത്ത ആൾക്കാരില്ല, അതുകൊണ്ട് പക്ഷെ പരസ്യമായിട്ടാരും പറയത്തില്ല. ഈ തൂറ്റിൽ വരുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് നാരങ്ങയൊക്കെ പിഴിഞ്ഞ് വെച്ച് ഒരു കട്ടൻ ചായ തരും. ഉറപ്പായിട്ടും അത് ഈ മറ്റേ വെള്ളം വരുമ്പോ മറ്റേ നോബ് അടച്ചു വെക്കാൻ വേണ്ടിയുള്ള ഒരു സെറ്റപ്പാണ്. ഈ ചായ എന്ന് പറയുന്നത് ഓപ്പണായിട്ട് പറയുവാണെങ്കിൽ മലം മുറുകാനുള്ള ഒരു സംഭവമായിട്ടാണ് ഞാൻ കേട്ടിട്ടുള്ളത്. സത്യമായിട്ടും അത് വാസ്തവത്തിൽ ശരിയല്ല. എനിക്ക് എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റിട്ട് എനിക്ക് ആദ്യം വേണ്ടത് പച്ചവെള്ളം ഒന്നുമല്ല, എനിക്ക് ഒരു ഗ്ലാസ് പാൽ ചായ കുടിച്ചിട്ട് എനിക്ക് ഭയങ്കര വിമിഷ്ടമാണ്. പ്രോസസ്സ് നടക്കുന്നുള്ളൂ, ഇൻബിൽറ്റ് ആയിട്ട് നടക്കും. അല്ല അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ല ശീലമൊന്നും പറയാൻ വേണമെങ്കിൽ അഴുക്ക് ശീലം എന്ന് പറയാം. കുറെ പേർക്ക് വേണമെങ്കിൽ അഴുക്ക് ശീലം എന്ന് പറയാം. പിന്നെ ഇത് സ്ഥിരമായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചായ കുടിക്കുമ്പോൾ അല്ല ഇത് തോന്നും. പിന്നെ ചിലപ്പം ഇത് ചെല്ലാതെ ഇത് പറ്റത്തില്ലാത്ത ഒരു അവസ്ഥയിലേക്കും വരും. ഈ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഈ +2 കാലഘട്ടത്തിൽ ഞാനിങ്ങനെ പഠിക്കാനിരിക്കുമ്പോൾ, പരീക്ഷയ്ക്ക് പഠിക്കാനിരിക്കുമ്പോൾ ഓരോ ചാപ്റ്റർ തീരുമ്പോഴും എനിക്ക് ഓരോ ചായ വേണം. അതന്നെ ക്ഷീണം വരുന്നോണ്ടാണോ? ക്ഷീണമാണോ എന്താണെന്ന് അറിയത്തില്ല, ഇങ്ങനെ പഠിച്ചോണ്ടിരിക്കുന്ന ടെൻഡൻസി. ഒരു ദിവസം 25-30 ചായ ഒക്കെ കുടിക്കുമായിരുന്നു. എനിക്ക് ഈ ചായ കുടിക്കാൻ പോകുന്നതിൽ ഏറ്റവും വൈബ് തോന്നിയിരിക്കുന്ന എപ്പോഴാണ് നമ്മൾ ഈ സൗഹൃദം. ശരി, ഉറപ്പായിട്ടും. എന്നുവെച്ചാൽ ഞാനും ശരിയാ, വീട്ടിലിപ്പം നമ്മൾ എത്ര ചായ കുടി? മാക്സിമം 2 ചായ, രാവിലെ ചായ, വൈകുന്നേരം 4 മണിക്ക് ചായ. കൂട്ടുകാരുടെ കുടുംബം അങ്ങനല്ല, ചായ കുടിച്ചുകൊണ്ടിരിക്കുക. അതെ, അങ്ങ് കുടിച്ചുകൊണ്ടിരിക്കുക. അത് എത്രയാണ് കണക്കില്ല, നമ്മൾ എണ്ണൊന്നും ഇല്ല, അങ്ങും ഇല്ല, കുടിച്ചുകൊണ്ടിരിക്കുക. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്, അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മലയോര മേഖലകളിലാണല്ലോ ഈ തേയിലയുടെ പ്ലാന്റേഷൻ കൂടുതലും നടന്നു പോയത്. നമ്മുടെ MM മണി ഇതിന് ഈ ഒരു നേതൃത്വത്തിലേക്ക് വന്നൊരു വ്യക്തിയായിരുന്നു. നമ്മൾ നിവിൻ സഖാവ് എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടുണ്ട്. അതിനകത്ത് ഈ ഒരു തൊഴിലാളികളുടെ അവരുടെ ഒരു കൂട്ടത്തിൽ നിന്ന് അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഈ ടീ പ്ലാന്റേഷൻ. അതെ, ടീ പ്ലാന്റേഷനിൽ നിന്നാണ് ഈ ഒരു തരത്തിലുള്ള രാഷ്ട്രീയം, അതായത് തൊഴിലാളികളുടെ രാഷ്ട്രീയമായി ഉയർത്തെഴുന്നേക്കാൻ ചായ വളരെ പങ്കുവഹിച്ചു. തേയില ഇലകൾ വളരെ പങ്ക് വഹിച്ചിട്ടുണ്ട്. അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, തേയില ഇലകൾ നമ്മൾ ഈ നുള്ളാൻ പോകുന്ന സ്ത്രീകൾ സ്വാഭാവികമല്ലേ, നമ്മളത് കാണുമ്പോൾ സ്വാഭാവികമായിട്ട് തേയില ഇലകൾ നുള്ളാൻ പോകുന്ന സ്ത്രീകൾക്ക്. അപ്പോൾ വുമൻസിന് എന്തുമാത്രം പ്രയോറിറ്റി തേയില എന്ന ചെടി നൽകുന്നുണ്ടെന്ന് നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതായത് നമ്മുടെ ഇവിടെ തൊഴിലുറപ്പിനാണ് സ്ത്രീകൾക്ക് കൂടുതൽ എംപവർമെന്റ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. പക്ഷേ ഈ ടീ പ്ലാന്റേഷനിലേക്ക് വരുമ്പോൾ അവിടെ സ്ത്രീകൾക്ക് പണ്ട് കാലം തൊട്ടേ ഈ പ്രാധാന്യം നൽകി വരുന്നുണ്ട്. വേതനം കുറവായിരിക്കും, വേജസ് കുറവായിരിക്കും, എന്തും ആയിക്കോട്ടെ, പക്ഷേ അവരുടെ പ്രാധാന്യം അവിടെ ഉള്ളു. അവർ നമ്മുടെ ഒരു മെഷീൻ പ്രവർത്തിക്കുന്നതിനെക്കാട്ടും ചലിക്കുന്നതിനെക്കാട്ടും വേഗത്തിലാണ് അവരുടെ കൈവിരലുകൾ ചലിക്കുന്നത്, ഇത് പറിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഏതോ ഒരു ബ്ലോഗറിൻ്റെ ഇങ്ങനെ ഇരുന്ന് വീട്ടിലിരുന്ന് ചുമ്മാ ഇരിക്കുക, മഴയൊക്കെ അല്ലേ, ഒരു ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അന്നേരമാണ് ഇങ്ങനെ അറിഞ്ഞത്, മറ്റേ ആ പുള്ളി ഇങ്ങനെ കുട്ടിക്കാനത്ത് എവിടെയോ പോകുന്നു, ആ ഒരു പ്ലാന്റേഷനിൽ കയറുന്നു, ആ പ്ലാന്റേഷനിൽ ആ കൈ നുള്ളുന്നു. ആ പുള്ളിക്കത് പ്രോസസ്സ് ചെയ്തെടുക്കാൻ ഭയങ്കര പാട്. അപ്പം ആ പുള്ളി ഇങ്ങനെ പറയുകയുണ്ടായി, 40,000 രൂപ വരെ വില മതിക്കുന്ന ചായപ്പൊടി ഇവിടെ ഉണ്ട്, 40-ൽ പരം ചായകൾ ഇവിടെ ഉണ്ട്. അത് ഒരു സംഭവം ഒന്ന് ആലോചിച്ചോളെ, ഒരു സാധനത്തിൻ്റെ റോ മെറ്റീരിയലിൽ നിന്ന് എത്രത്തോളം വ്യത്യസ്തമാർന്ന ചായകളാണ് ഉത്ഭവിച്ചെടുക്കാൻ പറ്റുന്നത്. ഇതൊക്കെ ആരുടെ കണ്ടുപിടുത്തുക? ഇപ്പം നമ്മൾ തന്നെ കണ്ടുപിടുത്തല്ല, മനുഷ്യൻ്റെ നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ നാട്ടുകാർ വളരെ അനുഗ്രഹിച്ചത്. ഉറപ്പായിട്ടും എന്താ, ഒരു 10-20 കിലോമീറ്റർ പോയ കുട്ടിക്കാനം എന്ന് പറയുന്ന മനോഹരമായ ഒരു പ്രദേശത്തിൻ്റെ താഴ്വാരയിൽ താമസിക്കുന്ന നമ്മൾ, ഉറപ്പായിട്ടും അവിടെ നമുക്ക് എന്ത് കാണാം? ഈ തേയിലകൾ കാണാം, ഈ തേയില ചെടികൾ. എനിക്ക് എൻ്റെ ഒരു വളരെ നിനക്കതിനകത്ത് അഭിപ്രായം പറയാം. ഈ തേയില ചെടികൾക്ക് അല്ലെ ഈ ചായക്ക് വികാരങ്ങൾ ആരാണ് നിശ്ചയിക്കുന്നത് എന്ന് നീ എപ്പോഴെങ്കിലും ചിന്തിച്ചു? ഇല്ല, ഞാൻ അങ്ങനെ അത്ര ആധികാരികമായിട്ട് ചിന്തിക്കാൻ പോയിട്ടില്ല. അല്ല, പറഞ്ഞോ, കുഴപ്പമില്ല, കേൾക്കാലോ. എന്ന് വെച്ചാൽ നീ ഒന്ന് ആലോചിച്ച്, ഒരാൾ ജനിച്ച് ഒരു പക്വതയാർന്ന ഒരു പ്രായം, ആ പക്വതയാർന്ന പ്രായത്തിൽ അയാൾ ചായ കുടിക്കുന്നു. ആദ്യം കട്ടൻ ചായ ആയിക്കോട്ടെ, കടും ചായ ആയിക്കോട്ടെ, പാൽ ചായ ആയിക്കോട്ടെ. പിന്നെ ഇപ്പോൾ ചായയുടെ കാര്യം പറയുമ്പോൾ കാപ്പിയുടെ കാര്യം നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. അത് വേറൊരു ഫോം ഓഫ് ടീ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്, ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ ആ ഒരു ചായ അയാൾ ഇങ്ങനെ ചായ കുടിക്കുന്നു. ആ ചായ കുടിച്ച അവസാനം അയാൾ മരിക്കുന്നതിന് ശേഷം അയാൾ അടക്കിയതിന് ശേഷവും വിളമ്പുന്നത് എന്താണ്? ആദ്യമായി വിളമ്പുന്നത് ചായ. അപ്പോൾ ചായക്ക് എന്തുമാത്രം പ്രാധാന്യമാണ്.
ചായക്ക് ജനനം മുതൽ മരണം വരെ പ്രാധാന്യമുണ്ട്, ഉറപ്പായിട്ട് ശരിയാ. അത് നമ്മൾ ശ്വസിക്കുന്നത് ഈ ഇപ്പം നമ്മൾ വേറൊരു രൂപത്തിൽ പറയുകയാണെങ്കിൽ പാലെന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മൾ ആ ഒരു ടോപ്പിക്കിലേക്ക് നമ്മൾ കിടക്കുന്നില്ല. പാലെന്ന് പറയുമ്പോൾ മുലപ്പാൽ തൊട്ട് പാൽ രുചിക്കാൻ തുടങ്ങുന്നതാണ് നമ്മൾ ഉറപ്പായിട്ടും ജനിക്കുമ്പോൾ തൊട്ട്. ആ പാലിൽ നിന്ന് മുലപ്പാലിൽ നിന്ന് പശുപാലിലേക്ക് നമ്മൾ വരുന്നൊരു സ്വാഭാവികമായിട്ടും മനുഷ്യൻ്റെ ഈ ഒരു ഇവോൾവിങ് വന്നപ്പോൾ മുലപ്പാൽ ഔഷധമുള്ളതാണ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ്. അത് കഴിഞ്ഞ് പശുവും പാലിലേക്ക് വരുന്നു, അതിലേക്ക് തേയില ഇടുന്നു. ഈ ചായ ഉണ്ടാക്കുന്ന മനോഹരമായ ഒരു രീതി ഞാൻ പറയാം. ഇപ്പം കടകളിൽ ചായ ഉണ്ടാക്കുന്ന രീതിയുണ്ട്, അത് കണ്ടിട്ടുണ്ടോ? കടകളിൽ ചായ ഉണ്ടാക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ പാല് തിളപ്പിക്കുക, തേയില വെള്ളം മാറ്റിയ വേറെ ആയിട്ട്. അല്ല, ശരിക്കും അതാണ് പ്രോസസ്സ്. പാൽ ചായ എന്ന് പറയുന്ന പ്രോസസ്സ് അതാണ്. തേയില വെള്ളം മാറ്റി തിളപ്പിക്കുക, പാല് വേറെ തിളപ്പിക്കുക, എന്നിട്ട് രണ്ടും കൂടെ മിക്സ് ആക്കുക എന്നാണ് ശരിക്കും. അല്ല, ശരിക്കുള്ള പ്രോസസ്സ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ എങ്ങനെ ചായ ഉണ്ടാക്കും? വീട്ടിൽ ചായ ഉണ്ടാക്കുന്ന എങ്ങനെയാ? പാലും വെള്ളം കൂടെ ചേർത്ത് മിക്സ് ആക്കിയിട്ട് അതിനകത്തേക്ക് തേയിലയും കൂടെ ഇട്ടിട്ട് അതാ പറഞ്ഞത്. അതിനകത്തേക്ക് ചില സമയത്ത് ഇതിനകത്ത് ഒരു വലിയ രസം എന്താണെന്ന് അറിയാം. അമ്മയുടെ ഒരു അമ്മയുടെ ചായ എന്ന് പറഞ്ഞിട്ട് അമ്മ വേറെ തൂക്കാനും പിടിക്കാനും ഒക്കെ പോകും. ഈ പാൽ എന്ത് സംഭവിക്കും? അത് ചിലപ്പോൾ തിളച്ച് മറിഞ്ഞ് പുറത്തോട്ട് ചിലപ്പോൾ എന്ന് പറഞ്ഞാൽ ബാക്കി ഊതി താഴെ അല്ല നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിലത്തെ കാര്യം പറഞ്ഞു തിളച്ച് പൊങ്ങി ഉറപ്പായിട്ടും. ഇതാണ് ചായക്ക് എന്ന് പറയുന്ന ഒരു സംഭവത്തിന് നമ്മൾ പറയുമ്പോൾ ഈ അമ്മയായിട്ട് കണക്ഷനുണ്ട്, അച്ഛനുമായിട്ട് കണക്ഷനുണ്ട്, ഭാവുകയായിട്ട് കണക്ഷനുണ്ട്, സൗഹൃദമായിട്ട് കണക്ഷനുണ്ട്, അപരിചിതരുമായിട്ട് ഇതിൽ കണക്ഷനുണ്ട്. ഉറപ്പായിട്ടും അപരിചിതമായിട്ട് ഒരു പുതിയ കണക്ഷൻ ഉണ്ടാക്കാൻ പറ്റിയ സംഭവമാണ് ചായ എന്ന് പറയുന്നത്. ഉറപ്പായിട്ടും. അതായത് ഒരു ബിസിനസ് ഡീൽ സംസാരിക്കുമ്പോൾ ചായ ആയിരിക്കും അവിടെ പ്രാധാന്യം. ഏത് ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാലും അവിടെ ചായ കാണും. അപ്പൊ ഈ ഓഫീസുകൾക്ക്, അതായത് ഈ കോർപ്പറേറ്റ് ചെയ്യുന്ന ബിസിനസ്സുകൾക്കും ഇതില്ലാത്ത ഒരു ഡീൽ ഉറപ്പിക്കാൻ പറ്റത്തില്ല, ഒരിക്കലും പറ്റത്തില്ല. 10 രൂപയുടെ ചായ നമ്മൾ കോമൺ ആയിട്ട് പറയുന്നത് 10 രൂപയുടെ ചായ വെച്ചിട്ടാണ് 10 കോടി രൂപയുടെ ബിസിനസ് അവർ ചെയ്യുന്നത്. ഉറപ്പായിട്ടും. അല്ല, ഇവിടുത്തെ ഇപ്പം നമ്മളിവിടെ തന്നെ നമ്മൾ സാധാരണ ഒരു മാർക്കറ്റ് കിട്ടുന്ന 10 രൂപയുടെ ചായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയർപോർട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അത് 70 രൂപ, 80 രൂപ, 100 രൂപ, അത് വില കൂടിക്കൊണ്ട്. നീ ഒരു തവണ ഏതോ ഒരെണ്ണത്തിന്റെ കാഷ്ടത്തിൽ നിന്ന് ചായ ഉണ്ടാക്കുന്നു, കാപ്പി ഉണ്ടാക്കുന്നത് അത് മറ്റേ എന്തുവായിരുന്നു, എന്തൊരു സംഭവം, അണ്ണാനോ അങ്ങനെ എന്തോ, മലയണ്ണാന്റെ കാപ്പിയുണ്ട്. ശരിയാ, അങ്ങനെ അത് കാപ്പിയിലേക്ക് വരുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞത് ഇതിന്റെ ഒരു വേറൊരു ഫോം ആണല്ലോ. ശരിയാണ്, സംഭവം ശരിയാണ്, ഞാൻ പറയുമായിരുന്നു. അല്ല, ഇത് ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ ഒരു 10,000, 10 ലക്ഷം, 50 കോടിയിലൊക്കെ ഡീല് സംസാരിക്കാൻ ചായ. ഈ ഇൻഫോ പാർക്കിലൊക്കെ സ്വിച്ചിട്ട ചായ വരും. ഫുള്ള് മെഷീനാ, ആള് വേണ്ട, മെഷീൻ, ഫുള്ള് മെഷീൻ, എല്ലാ സംഭവം റോബോട്ടിനെ കൊണ്ട് ചായ അടിക്കുന്നു. അത് എന്ത് രസമാണ്. മറ്റേ എയർപോർട്ടിൽ ചെന്ന് ഇപ്പൊ അബുദാബിയില് ചായ കോർണറുകളുണ്ട്. ഇവിടെ നമ്മുടെ അണ്ണാച്ചിമാർ ഇതിനൊക്കെ ഒരു വേറൊരു ഇതിനകത്തൊരു ഭയങ്കര രസകരമായൊരു തന്നെ. അണ്ണാച്ചിമാർ ഒരു ചായക്ക് മിനിമം 4 രൂപയാവുന്നു ഉണ്ടാക്കാൻ. ഉറപ്പായിട്ടും അത് ശരിയാ, അറിയാലോ. തിരക്കാണ് ഇത്. ഈ 4 രൂപയുടെ ചായ 6 രൂപ പ്രോഫിറ്റാണ്. ഒരു ദിവസം 100 ചായ വെക്കുന്നതിന് എത്ര രൂപ പ്രോഫിറ്റ്? 400 രൂപ. 4 രൂപ മുടക്ക്, 6 രൂപ പ്രോഫിറ്റ്. അത് പറഞ്ഞു 600 രൂപ ഒരു ദിവസം 100 ചായ വെക്കുന്നത്. മനുഷ്യരെല്ലാവരും വരുന്നവരും പോകുന്നവരും, ഉച്ചയ്ക്കാകട്ടെ, രാവിലെ ആകട്ടെ, വൈകിട്ടാകട്ടെ, രാത്രിയാകട്ടെ, പാതിരാത്രി ആയിക്കോട്ടെ, ചായ ഇല്ലാതെ പറ്റുമോ? ഇല്ല, പറ്റില്ല. എറണാകുളം എന്ന മഹാനഗരത്തിൽ ചായ ഇല്ലാതെ ഒരു ദിവസം മുന്നോട്ട് പോകുന്നതിനെ കുറിച്ച് എനിക്ക് ആലോചിക്കാൻ പറ്റുന്നത്. അവിടെ സൂര്യൻ ഉദിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ചന്ദ്രൻ വന്നില്ലെങ്കിലും കുഴപ്പമില്ല, രാത്രി ആയില്ലെങ്കിലും കുഴപ്പമില്ല, കടലിലെ തിരകൾ വന്നില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ ചായ ഇല്ലാതെ ഒരു രാത്രി അവിടെ കൊയ്യുന്നതാണ് എനിക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ചായ കടകളാണ്. ഉറപ്പായിട്ടും. അല്ല, ഞാനിപ്പോൾ എറണാകുളം പോവാണെങ്കിൽ ആദ്യം അവിടെ ചെന്ന് മെട്രോ, ഇപ്പം ഞാൻ ബസ്സിന് പോവുകയാണെങ്കിലും ആദ്യം ഇറങ്ങുമ്പോൾ ചായ എവിടെ കിട്ടും, ചായ എവിടെ കിട്ടും, അത് ആദ്യം നോക്കുന്നത് നമ്മൾ ചായ എവിടെ കിട്ടും. അല്ല, നമ്മൾ ഡെസ്റ്റിനേഷൻ അല്ല, അപ്പോൾ നമ്മൾ ചെന്നെത്തി പറയുന്ന ഡെസ്റ്റിനേഷൻ ആണ് നോക്കുന്നത്, ചായ എവിടെ കിട്ടും. അത് കഴിഞ്ഞിട്ടോ പിന്നെ അതിനെക്കുറിച്ച് ആലോചിക്കുന്നത്. അതാ ഞാൻ പറഞ്ഞു വരുന്നത്. നമ്മളൊരു യാത്ര ചെയ്യാൻ തുടങ്ങുമ്പോൾ എവിടെ നിർത്തണമെന്നുള്ള ആവലാതിയിലാണ് യാത്ര. ആവലാതി എന്തിനാ? ചായ കുടിക്കാൻ. ഒന്നേ ചായ കുടിക്കാൻ വേണ്ടി, ഇല്ലേ മൂത്രം ഒഴിക്കാൻ വേണ്ടി. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മുടെ. അത് പിന്നെ തോന്നണം. ഈ യൂറിനേഷൻ എന്ന് പറഞ്ഞാൽ മൂത്രം ഒഴിക്കാന്ന് പറഞ്ഞാൽ തോന്നണം. പിന്നെ മറ്റേത് നമ്മൾ തന്നെ തോന്നിപ്പിക്കുക. ചായ അറിഞ്ഞുകൊണ്ട് തന്നെ തോന്നി നമുക്ക് ചായ കുടിക്കാൻ ടെൻഡൻസി ഉണ്ടാവുക. എനിക്ക് തോന്നുന്നു ഈ അടുത്തിടയ്ക്ക് ഞാൻ ഇങ്ങനെ ഒരു വാർത്ത വായിച്ചു. ചായ കാരണം ഡൈവോഴ്സ് ആയ 2 ദമ്പതികൾ. അതെന്ത് പ്രണയത്തിനകത്ത് ചായ കൊടുക്കുമ്പോൾ അവിടെ സ്നേഹം ഉണ്ടാകും, ഡൈവോഴ്സിനകത്ത് അവിടെ ചായ ഉണ്ടാക്കുമ്പോൾ അവിടെ വിരഹം ഉണ്ടാകും, മരണത്തിനകത്ത് ചായ ഉണ്ടാക്കുമ്പോൾ അവിടെ ഒരാൾ മരിച്ചു കിടക്കുക, ജനിക്കുമ്പോൾ ചായ വെക്കുമ്പോൾ അവിടെ സന്തോഷം ഉണ്ടാവും. അപ്പൊ ചായക്ക് വികാരം കൊടുക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞത് മനുഷ്യരാണ്, നമ്മൾ തന്നെയാണ്. മനുഷ്യരാണ്. സിറ്റുവേഷൻ. ഈ ദമ്പതികളുടെ വിഷയം എന്താണെന്ന് വെച്ചാൽ ഈ ദമ്പതികൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ ഭർത്താവ് ഇങ്ങനെ പറഞ്ഞു, എനിക്കൊരു ഗ്ലാസ് ചായ വേണം. അപ്പോൾ ഭാര്യ പറഞ്ഞു ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് ഭാര്യ അടുക്കളയിൽ പോയി ചായ എടുത്തത്. ഇത് കടുപ്പത് കൂടിയെന്ന് പറഞ്ഞിട്ടാണ് ഈ മഹാരാഷ്ട്രയിലാണ് എന്ന് തോന്നുന്നു അവിടെ ഈ ഒരു ഡൈവോഴ്സ് കേസ് ഫയൽ ചെയ്ത് ചായ ഭർത്താവ് ഫയൽ ചെയ്തു.
ഭാര്യയ്ക്ക് പാചകം അറിയില്ല, ഇതറിയില്ല എന്നൊക്കെ പറഞ്ഞ് ഭർത്താവ് ഡൈവോഴ്സ് കേസിൽ, അതായത് ചായ എന്ന് മാത്രം ചായക്ക് പഞ്ചസാര ഇടാത്തന്നാണോ? പഞ്ചസാര തേയില ഇടാത്തന്നാണോ? വിത്തൗട്ട് ചായ കുടിച്ചിട്ടുണ്ടോ? വിത്തൗട്ട് ചായ ഞാൻ കുടിച്ചിട്ടുണ്ട്. കഴിഞ്ഞാൽ അത് അറിയാതെ ഇപ്പം നമ്മൾ പഞ്ചസാര ഇടാൻ മറന്നു പോയിട്ട്, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ അറിയാതെ കുടിച്ചു പോകും. ചില സമയത്ത് ഇപ്പോൾ കടന്ന് കുടിക്കുന്ന സമയത്ത് അവർ അറിയാതെ ഷുഗർ ഇടാൻ മറന്നു പോയിട്ട് അവർ തരാറുണ്ട്. പക്ഷേ നമ്മൾ ചായക്ക് യഥാർത്ഥ ആസ്വാദനം വരുന്നത് വിത്തൗട്ടില്ല. വിത്തൗട്ട് ചായ ശരിയാണ്, സംഭവം ശരി. ആ തേയിലയുടെ കറക്റ്റ് ആസ്വാദനം വരുന്നത് വിത്തൗട്ട് ചായ. അതുപോലെ തന്നെ കട്ടൻ ചായ. ആ, കട്ടൻ ചായ മനോഹരമായ ഒരു പാനീയം. അത് ഇതിൻ്റെയൊക്കെ എല്ലാ ഞാൻ കൂടുതൽ കുടിക്കുന്നത് കടിച്ചായ. ഞാൻ പാൽ ചായ, ഞാൻ കടിഞ്ചായ കുടിക്കുന്നത് കൂടുതൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പ്യൂർ ഒരു ടീ എന്ന് പറഞ്ഞാൽ. നിങ്ങൾക്ക് കടിഞ്ചായ ഇത്രയും പ്രിയപ്പെട്ടതായ എനിക്ക് കടിഞ്ചായ എന്നൊരു ഉന്മേഷം തരുന്നുണ്ട്. ഞാൻ രാത്രി 12 മണിക്ക്, 1 മണിക്കും 2 മണിക്കും 3 മണിക്ക് കടിഞ്ചായ കുടിക്കാൻ വേണ്ടി ഇവിടെ കുത്തിയിരുന്നുണ്ട്. ഞാൻ ടൗണുകളിൽ പോയി കുത്തിയിരുന്നിട്ടുണ്ട്. ഇത് കുടിച്ചോണ്ടിരിക്കുക, സമയം പോകുന്ന അറിയത്തില്ല. അത് ഫ്രണ്ട്സ് ഉണ്ടെന്നത്തേക്കും സുഹൃത്തുക്കളുമായിട്ട് ഒരുമിച്ചിരുന്ന ഏതൊരു 5 സ്റ്റാർ ഹോട്ടലിൽ കയറി. അപ്പോൾ ഒരു ചൂടുവെള്ളം കൊണ്ടുവച്ചു ഗ്ലാസ്സിനകത്ത്, അടിയിൽ സോസ് പോലത്തെ സാധനം കൊണ്ടുവച്ചു. മറ്റേ ഷുഗർ ബാഗ് ഉണ്ട്, തേയിലയുടെ മറ്റേ കവറില്ലേ വലിക്കുന്നത്. അപ്പം അന്ന് നമ്മുടെ കൂട്ടത്തിൽ എടുത്തിരുന്ന നാട്ടിൻപുറത്തിൽ ഒരാളാണ്. പുള്ളിക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല. പുള്ളി ചോദിക്കും, ഇതെന്നാ മൈര, ഇത് തന്നെ ഉണ്ടാക്കി വെച്ചേക്കുന്നതെന്ന് ചോദിച്ചു. ഇത് നമ്മൾ ഇത്രയും കാശ് കൊടുത്തിട്ട് ഇത് നമ്മൾ ഉണ്ടാക്കി കുടിക്കണം, ഇത് നമ്മൾ ഉണ്ടാക്കി കുടിക്കണത്. അപ്പോൾ പുള്ളി തേയില ഇല്ലാതെ എന്നത്തിന് ചൂടുവെള്ളം കൊണ്ടുവച്ചത്. ഞാൻ ചേട്ടാ അതെടുത്ത് ഇതിനകത്ത് ഇട്ട് എന്നിട്ട് പഞ്ചസാര എടുത്തിട്ടാൽ മതി, ചേട്ടന് ആവശ്യത്തിനുള്ള ഇട്ടാൽ. അപ്പോൾ ആ രീതിയിലേക്ക് വരെ ചായയുടെ ഒരു ഫോമിലേക്ക് മാറ്റി. അതായത് പൈസ കൂടുന്നതനുസരിച്ച് ചായയുടെ ഫോമും ചായയുടെ പ്രസന്റേഷനും മാറുന്നു. ഈ ശ്രദ്ധിച്ച ഒരു കാര്യം, ഈ സെയിൽസ് എക്സിക്യൂട്ടീവ്സ് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നില്ല. ഞാൻ സെയിൽസ് എക്സിക്യൂട്ടീവ്, എനിക്കിത് മാർക്കറ്റിംഗ് തന്നെയല്ലേ പരിപാടി. അല്ലേ, നീ തന്നെ പറഞ്ഞൊരു കാര്യമാണ്. വഴി പോകുമ്പോൾ ചോറ് കഴിക്കത്തില്ല, ചോറ് കഴിക്കണം 80 രൂപ, ചായയും ബോണ്ടയും കഴിക്കണ 20 രൂപ മതി. ഉറപ്പായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു ചായ ഒരു ബോണ്ടയും കഴിച്ചാൽ വിശപ്പടക്കും. ചായയും ബോണ്ട കഴിച്ചാൽ വിശപ്പിറങ്ങുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ബോണ്ട ചായ കുടിച്ച് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി വിശപ്പ് തീർന്നു. പിന്നെ ബോണ്ട ഒരു കോംപ്ലിമെന്ററി. സത്യം പറഞ്ഞു ചായ കുടിക്കുമ്പോഴേ വിശപ്പ് തീർന്നു. ഊണിന്റെ കൂടെ 20 രൂപ ഒരു മീനും കൂടെ വെച്ചേക്കാൻ പറഞ്ഞ സെറ്റ് ഒരു കോംപ്ലിമെന്ററി ഈ ബോണ്ട എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ബോണ്ടാന്നല്ലേ എന്നാ കഴിച്ചാലും അത് ചായയോട് കോംപ്ലിമെന്ററിയാ. അല്ല, അത് ഇപ്പൊ നീ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞു. ഒരു തരത്തിൽ മറ്റൊരു സൈഡ് വരെ ചായ എന്ന് പറയുന്ന സമയം ദാരിദ്ര്യത്തെ സൂചിപ്പിക്കുന്നില്ല ഒരു തരത്തിൽ. ഒരു തരത്തിൽ ചിലപ്പോൾ സൂചിപ്പിക്കുന്നുണ്ട്. ലളിതമായ ജീവിതമായി മുറുകി പിടിക്കുന്ന മിഡിൽ ക്ലാസ് ചെറുപ്പക്കാരൊക്കെ അങ്ങനെ ഒരു പാനീയം. അതായത് ആ ചായ ഉച്ചയ്ക്ക് കുടിക്കുന്ന, വഴി സൈഡിൽ കുടിക്കുന്ന ആൾക്കാരെല്ലാം ഒരു മിഡിൽ ക്ലാസ് വളരെ കൺസെപ്റ്റിലേക്ക് നമുക്കൊരു 90% എത്താൻ സാധിക്കും. മാത്രമേ എന്നെ വെച്ചാൽ ഞാൻ ഒരുപാട് തവണ ചായ കുടിച്ച് വിശപ്പ് ചായ കുടിച്ച് വിശപ്പ് വരുന്നുണ്ട്. ഒരുപാട് ഇന്നും കൂടെ ഒരു ഉച്ചയായപ്പോൾ ചോറുണ്ടാകാൻ നോക്കിയപ്പോൾ 80 രൂപ വേണ്ട, ഒരു ചായ കുടിക്കാൻ. അത് ബെറ്റർ. അതാ 10 രൂപ പരിപാടി, 80 രൂപ തീരേണ്ട പരിപാടി 10 രൂപ തീർന്നു. ഇത് വേറൊരു സംഭവം എന്താണെന്ന് പറയാം. ഞാൻ ഈ ലിറ്റിഗേഷൻ ഫീൽഡിൽ, അഡ്വക്കസി ഫീൽഡിൽ പോകുമ്പോൾ എല്ലാ കോടതിയിലും ക്യാൻറ്റീൻസ് ഉണ്ട്. ഈ ക്യാൻറ്റീൻസിൽ ഒരു 12 മണിയാകുമ്പോൾ റോൾ കോൾ എന്ന് പറഞ്ഞാൽ കേസ് വിളിച്ചതിന് ശേഷം ഒരു ബ്രേക്ക് ഉണ്ട്. ഈ ബ്രേക്കിൽ വക്കീലന്മാർ വിത്തൗട്ട് എ ടീ ഇറ്റ് ഈസ് നോട്ട് എ അഡ്വക്കേറ്റ് എന്നാണ് പറയുന്നത്. അതായത് ചായ ഇല്ലെങ്കിൽ അഡ്വക്കേറ്റുമാരില്ല. എപ്പോഴും ഉന്മേഷമാണല്ലോ, അവരെപ്പോഴും പവർ ആയിട്ടിരിക്കണം. ഇതൊരു ടെൻഷൻ ഫ്രീ ഒരു എലമെന്റാണ്. നമ്മൾ ഈ സിഗരറ്റ് കഴിക്കുന്നത്, ചായയെ കുറിച്ച് പറയുമ്പോൾ സിഗരറ്റിനെ കുറിച്ച് പറയാൻ അത് ഓട്ടോമാറ്റിക്കലി അതും കോംപ്ലിമെന്ററി. ചായ ബോണ്ട എന്ന് പറയുമ്പോൾ ചായ ബോണ്ട സിഗരറ്റ് കോംപ്ലിമെന്ററി. ചിലരൊക്കെ രാവിലെ എഴുന്നേറ്റ് ഒരു കട്ടൻ ചായ ഒരു സിഗരറ്റ് ആയിട്ട്. എൻ്റെ വീട്ടില് ഡാഡി അറിയില്ലേ? പണ്ട് സ്കൂൾ ബസ് ശ്രേയസിൽ പഠിക്കുന്ന സമയത്ത് ഈ സ്കൂൾ ബസ് വരും, 2 നമ്പർ ബസ്സാണ്. പട്ടാളം ചേട്ടൻ എന്ന് പറഞ്ഞൊരു പുള്ളിയാണ് വണ്ടി ഓടിക്കുന്നത്. പട്ടാളം. അപ്പോൾ ആ പുള്ളി ഇങ്ങനെ വന്ന് വണ്ടി നമ്മുടെ കൂട്ടുകാർ കാണുമല്ലോടാ. സ്വാഭാവികമായിട്ട് നമ്മുടെ കൂട്ടുകാർ നമ്മുടെ അപ്പനെയൊക്കെ കാണുമ്പോൾ അവർ എന്താണ് അവിടെ നിന്ന് കിട്ടുന്നത് അത് വെച്ച് നമുക്കിട്ട് വന്നിട്ട് താങ്ങാനുള്ള പരിപാടി അവർക്കുണ്ടല്ലോ. ഡാഡി അപ്പോൾ വാപ്പി ഇങ്ങനെ വലിക്കുക. അപ്പോൾ വാപ്പി അന്ന് പനാമയ വലിച്ചുകൊണ്ടിരിക്കുന്നത്. ചായ ഗ്ലാസ് ഇപ്പുറത്തേക്കൊണ്ട് പത്രം, അന്ന് കടയുണ്ടായിരുന്നു, പത്രം ഇങ്ങനെ ഫ്ലോറിൽ ഇങ്ങനെ വായിക്കുന്നു, ചായ ഗ്ലാസ് വെളിയിടുമ്പോൾ പനാമ സിഗരറ്റ് ഇരിക്കുക. പുള്ളി ഈ പഞ്ഞി വരെ ഇത് വലിക്കും, എന്നിട്ടാണ് കുടിക്കുന്നത്. അന്നേരം ഒരു തവണ ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, ഏടാ നിന്റെ അപ്പനോട് പറയണം ആ പഞ്ഞി എങ്കിലും ഒന്ന് വെറുതെ വിടാന്ന് പറഞ്ഞു. ചായ കുടിക്കുമ്പോൾ പഞ്ഞി എന്നാലും അറിയത്തില്ല. അത് അവർക്ക് പറഞ്ഞ ആ സമയത്ത് മനസ്സിലാകത്തില്ല. ഈ അതുപോലെ തന്നെ ഒരു ഇൻസിഡൻറ്റ് ഇങ്ങനെ പറഞ്ഞു ഓർത്തിരുന്നത്, ഈ പാൽച്ചായയുടെ കാര്യം ഞാൻ പറഞ്ഞ പാൽച്ചായ എന്ന് പറയുന്നത്
നേരത്തെ എന്ന് പറഞ്ഞാൽ പണ്ട് കാലഘട്ടത്തിൽ ഒരു ലെവൽ ഓഫ് സ്റ്റാറ്റസ് കഴിഞ്ഞവരെ അല്ലെങ്കിൽ കുറച്ച് സാമ്പത്തിക നിലയുമായി മെച്ചപ്പെട്ട് നിൽക്കുന്നവരാണ് ഈ പാൽ ചായ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ കട്ടൻ ചായ അങ്ങനെയല്ല. അപ്പോൾ പാൽ ചായ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അപ്പം ഈ ഒരു നാട്ടിൽ അങ്ങനെ ഒരു വിശിഷ്ടമായ ഒരു അവസരങ്ങൾക്കാണ് ഈ പാൽ ചായ വന്നത്. അപ്പോൾ ഇത് പണ്ട് കാലത്ത് ഇതൊക്കെ കുടിക്കാൻ ക്യൂ നിൽക്കുമായിരുന്നു പിള്ളേർ. നമ്മൾ പല അവസ്ഥകളും കണ്ടിട്ടുണ്ട്. അത് എന്താ, നീ നേരത്തെ പറഞ്ഞത് സുലൈമാനിയുടെ കാര്യമാണ്. ഈ നമ്മൾ മന്തി കഴിച്ചിട്ട് എറണാകുളത്ത് നമ്മൾ കറക്റ്റ് പറയുകയാണ്, എറണാകുളത്തു നിന്ന് നമ്മളെ തമ്മനം വഴിക്ക് പോകുന്ന വഴിക്ക് അവിടെ ഒരു കുഴിമന്തി കടയുണ്ട്. അല്ലമീനോ അങ്ങനെ എന്തോ പറഞ്ഞൊരു കുഴിമന്തി. അതിൻ്റെ സൈഡിൽ ഒരു ഫ്ലാസ്കിൽ നിറച്ച് കട്ടൻ ചായ വെച്ചേക്കുക, ചെറിയ ഗ്ലാസ്സിൽ. അപ്പോൾ കഴിച്ചതിന് ശേഷം ഒരു കട്ടൻ ചായ എന്നൊരു കൺസെപ്റ്റിൽ 1 രൂപയ്ക്ക് കട്ടൻ ചായ, 2 രൂപയ്ക്ക് ചായ. ഈ ചായയുടെ ഒരു പ്രാധാന്യം മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ നിസ്സാരം നോക്കിയാൽ മതി. ലുലു മാളിലേക്ക് നമുക്കൊന്ന് വിചാരിച്ചു. ലുലു മാളിൻ്റെ സ്റ്റെപ്പ് കയറി ഫുഡ് കോർട്ടിലേക്ക് വരുമ്പോൾ എത്ര തരം ചായ. ഞാൻ കടയിൽ നിന്നൊരുക്കറിയാലോ, മിൽമയിൽ നിന്നുകൊണ്ടിരുന്ന സമയത്ത് ഇങ്ങനെ എന്താ കേട്ടോ അതിൻ്റെ ചായ എന്താ ഉള്ളത്? കട്ടൻ ചായ, പാൽ ചായ, പൊടിക്കാപ്പി, കടുങ്കാപ്പി, വിത്തൗട്ട് ചായ, ലൈറ്റ് ചായ, സ്ട്രോങ് ചായ, ഇങ്ങനെ നമ്മൾ പറയും. ഇത് മുടിയാനായിട്ട് ഈ മറ്റവന്മാരെല്ലാം വന്നിട്ട് ഒരു ചായ സ്ട്രോങ് ലൈറ്റ് കൂടി, ഓക്കെ, അടുത്തത് ഒരു വിത്തൗട്ട് ലൈറ്റ് കൂടി. അപ്പോൾ നീ പറഞ്ഞതുപോലെ ഈ നമ്മളെ കൺഫ്യൂഷൻ ആക്കാൻ ഈ ചായക്ക് വളരെ പങ്കുവഹിക്കുന്നു. ഉറപ്പായിട്ടും ഈ ചായ, നമുക്ക് ചായയുടെ ഒരു രാഷ്ട്രീയത്തെക്കുറിച്ച് കിടക്കാം. നിനക്ക് എന്ത് ചെയ്യുന്നു? ഏത് രാഷ്ട്രീയ പാർട്ടിക്കായിരിക്കും ചായ നമുക്ക് ഏറ്റവും കൂടുതൽ ഇന്നത്തെ കേരളത്തിൻ്റെ സാഹചര്യത്തിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നു? വളരെ ഹാസ്യാത്മകമായി പറഞ്ഞാൽ മതിയാണ്. എനിക്ക് തന്നെ അയക്കുന്നു തോന്നുന്നു. അത് കട്ടൻ ചായയല്ലേ? ഇത് കട്ടൻ ചായയുടെ കാര്യമല്ലേ പറയുന്നത്? കട്ടൻ ചായ ഓക്കെ, നീ ഒരു 3-4 ചായ എടുത്തോ. ഞാൻ ചോദിക്കാം, ഏതൊക്കെ പാർട്ടിക്ക് നീ ഏതൊക്കെ ചായ കൊടുക്കുമെന്ന്. അതിന് കാരണവും നീ പറയണം, നിന്റേതായ കാരണം. ഏതൊക്കെ പാർട്ടിക്ക് സാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ആലോചിക്കേണ്ടി വരും. ആലോചിക്കാൻ ഒന്നും പറയാൻ പറ്റത്തില്ല നമുക്ക്. ഇപ്പോൾ ഞാൻ പറയാം, പാൽ കാപ്പി നീ ആർക്ക് പറയും? പാൽ ചായ സോറി, പാൽ ചായ നമ്മുടെ കേരള രാഷ്ട്രീയമാണ്. കേരള രാഷ്ട്രീയം പറയും പാൽ ചായ. എനിക്ക് അതിന് ഉത്തരവില്ല. രാഷ്ട്രീയത്തിലേക്ക് ഇറക്കാൻ എനിക്ക് താല്പര്യമില്ലാത്ത കാര്യമാണ്. അത് അതിന് ഉത്തരം എനിക്ക് പറയാൻ പറ്റുന്നില്ല. അങ്ങനെ പറയാം. എന്നാലും ചായക്കകത്ത് അങ്ങനെ പറയുന്നു. പാൽ ചായ ഒരു എന്തായാലും 3 രാഷ്ട്രീയ പാർട്ടി കേരളത്തിലുള്ളൂ. അപ്പം കോൺഗ്രസ്സുകാര്, കമ്മ്യൂണിസ്റ്റുകാര്, BJP-ക്കാര്, ഈ 3 പേർക്കും 3 ചായകളല്ലേ ഉള്ളൂ. ആ 3 ചായ ഏതൊക്കെയാന്ന് പറയാം, എന്നിട്ട് ഞാൻ ആലോചിക്കട്ടെ. എന്നിട്ട് വേണം ആലോചിക്കാൻ വേണ്ടി. കട്ടൻ ചായ, പാൽ ചായ, പിന്നെ വേറെ ഏതാ? പിന്നെ നമുക്ക് ഒരു ചായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഹിബിസ്കസ് ആയിക്കോട്ടെ. ചെമ്പരത്തി ചായ. അത് ഞാൻ കറക്റ്റ് പറഞ്ഞ, ഞാൻ ചെമ്പരത്തി ചായ നേരെ BJP-ക്ക് കൊടുക്കും. പൂവായോണ്ടാണോ? ഇവന്മാരെല്ലാം ചെമ്പരത്തി വെച്ച് വേണം കേരളക്കര മൊത്തം നടക്കാൻ വേണ്ടി. ഓക്കെ, അടുത്ത് പാൽ ചായ ഇവർക്ക് കൊടുക്കും, കോൺഗ്രസിന്. കാരണം അതിനകത്തൊരു മടങ്ങ് പോലും വരുത്താൻ അവർ സമ്മതിക്കത്തില്ല. പാൽ ചായ പ്യൂർ മുമ്പിലാവുമ്പോൾ. കട്ടൻ ചായ ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കൊടുക്കുന്നു. തൊഴിലാളികളുടെ, ദരിദ്രരുടെ, അങ്ങനെ ഒരു കൺസെപ്റ്റിലേക്ക് ഞാൻ. നീ എൻ്റെ ഒരു ആശയത്തോട് നീ യോജിക്കുന്നുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ രാഷ്ട്രീയം ചായയായിട്ട് ഞാൻ രാഷ്ട്രീയം പറയുന്നില്ല. വെച്ചാൽ എനിക്ക് ഒട്ടും വ്യക്തിപരമായിട്ട് ഇൻട്രസ്റ്റ് ഇതിനോട് ഞാൻ തീർത്തും എതിർക്കുന്നു. കാരണം പണ്ടൊക്കെ ഒരു ചായക്കടയിൽ നിന്ന് ഒരു ചായ കുടിക്കുമ്പോൾ രാഷ്ട്രീയം പറയുന്നു. പണ്ടൊക്കെ അങ്ങനെ പറയുന്നുണ്ട്. ഇപ്പം രാഷ്ട്രീയം പറയുന്ന എനിക്ക് തോന്നുന്നില്ല. ഒരു കടയിൽ പോലും രാഷ്ട്രീയം പറയുന്നത് ഞാൻ കേൾക്കുന്നില്ല. ചായ കുടിക്കുന്ന പോലെ രാഷ്ട്രീയം പറയുന്നത് ഞാൻ കേൾക്കുന്നില്ല. ഇപ്പം എല്ലാവരും സ്വന്തം കാര്യം, അപ്പനെ കാര്യം നോക്കി ചായ കുടിക്കുന്നു, കടി കഴിക്കുന്നു, പോകുന്നു, അത്രേ ഉള്ളു എല്ലാവരും. ചായ രാഷ്ട്രീയം ഇല്ലാതാക്കിയിട്ടുണ്ട്. ചായ രാഷ്ട്രീയം ഇല്ലാതാക്കിയെന്ന് ഞാൻ പറയത്തില്ല, ഒരിക്കലും പറയത്തില്ല. പിന്നെ പക്ഷെ രാഷ്ട്രീയം ഉണ്ട്, എല്ലാവരുടെ ഉള്ളിലേ ഇപ്പൊ രാഷ്ട്രീയം ഉള്ളൂ. ആരും പുറത്ത് കാണിക്കുന്നു ഇല്ല, എല്ലാവരും ഉള്ളിൽ വെച്ചോണ്ടിരിക്കുക. അതിപ്പം മറ്റേ വിത്തൗട്ട് ചായ പോലെ അതുപോലെ കുടിച്ചു നോക്കിയാലേ അറിയത്തുള്ളൂ. അതാ പറഞ്ഞത്, മധുരം ഉള്ളതാണ്, മധുരമില്ലാത്ത, അത്രേ ഉള്ളൂ. എല്ലാവരും അത്രേ ഉള്ളൂ. ഇതെല്ലാം പോട്ടെ, പ്രണയവും ചായ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്, കുറച്ച് കണക്ഷൻ ഉണ്ടല്ലോ അല്ലേ? എന്നെ കണക്ഷൻ കുറച്ച് പൊടിക്ക് നീ എന്നെ പറഞ്ഞ സംഭവമാണ് പ്രണയം. അതാ പറഞ്ഞത്. അത് പറ, പ്രണയത്തെ കുറിച്ച് പറയുമ്പോൾ ബീച്ചിലൂടെ പറയുന്ന പ്രണയത്തെ കുറിച്ച് നീ സംസാരിക്കേണ്ട. ഇതിന് ചായ സംഭവത്തിന് പ്രണയത്തിന് അത് പറയാനല്ല പറഞ്ഞത്, പ്രണയം പറഞ്ഞില്ല, യാതൊരു ബന്ധമിരുന്നു. നിനക്ക് തോന്നുന്നുണ്ടോ ചായ എന്ന വസ്തുവിന് പ്രണയമായിട്ട് യാതൊരു? അല്ല, ബന്ധമില്ലെന്ന് ഞാൻ പറയുന്നില്ല. ബന്ധം ഇപ്പം ഒരു പ്രണയത്തിലുണ്ടാകുന്ന അതേ ബന്ധം തന്നെ ഒരു സൗഹൃദത്തിലും ഉണ്ട്.
അപ്പം സൗഹൃദത്തിലൂടെയാണ് എപ്പോഴും ഒരു പ്രണയം സ്റ്റാർട്ട് ചെയ്തത്. അല്ല അങ്ങനെ അല്ല. ഉണ്ടാകും വളരെ തിക്കാവുമെന്നും പറയുന്നുണ്ട്. ആ അല്ല ശരിയാണ്, സംഭവമൊക്കെ ശരിയാണ്. ഈ പറയുന്ന കാര്യമുണ്ട്. ഇപ്പം സ്വാഭാവികമായിട്ടും പ്രണയം എന്ന് പറയാൻ പറ്റത്തില്ല. ഇപ്പൊ പെണ്ണ് കാണാൻ ചെല്ലുമ്പോഴത്തേക്കും ഒരു ചായ കുടിക്കുന്നത് അത് അവിടെ പ്രണയമല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്. അല്ല അവിടെ അതാണ് പറഞ്ഞു വരിക. സ്റ്റാർട്ട് ചെയ്യുക ഒരു ഭയങ്കര സ്റ്റാർട്ട് ചെയ്യുന്ന ചായയിലൂടെ ഉറപ്പായിട്ടും അപരിചിതരായിരിക്കുന്ന മനുഷ്യർക്കിടയിൽ ഒരു ചായ ഒരു ബന്ധം സൃഷ്ടിക്കുന്നു. ഉറപ്പായിട്ടും അപ്പൊ ഒരു അതാ അതിന് അപരിചിതമായിരിക്കുന്ന മനുഷ്യർക്കിടയിൽ ഫ്രണ്ട്ഷിപ്പിലൂടെ ഒരു ബന്ധം സ്ഥാപിതമാകുന്നു. ഒരു ഇതിലേക്ക് പ്രണയത്തെ ഇതിലേക്ക് കയറ്റുന്ന എനിക്ക് എന്തോ മനസ്സിലാകുന്ന പ്രണയത്തിനെ നീ ഇത്രമാത്രം എതിർക്കുന്നു. ഞാൻ എതിർക്കുന്നില്ല, ഞാൻ എതിർക്കുന്നില്ല, പ്രണയത്തെ ഞാൻ എതിർക്കുന്നില്ല. പിന്നെ എന്നാ ഇല്ല ഇത് ഒരു ഫ്രണ്ട്ഷിപ്പിലേക്കാണ് ആദ്യം കയറുന്നത്. അത് കഴിഞ്ഞ് പ്രണയത്തിലേക്കാണ്. ആദ്യം കാണുമ്പോൾ ഫസ്റ്റ് സ്റ്റേജ് പ്രണയം തോന്നി എനിക്ക് ഇതിന്റെ ചായ കുടിക്കാൻ സംസാരിക്കുന്നത്. ഞാൻ ചായയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ചായയെ കുറിച്ച് സംസാരിക്കുന്നത് ഒരു സ്റ്റാർട്ട് ചെയ്യുക, ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാകുമ്പോൾ അവിടെ ഒരു ചായ വളരെ പ്രധാനപ്പെട്ട ഒരു റോൾ വഹിക്കുന്നതാണ്. ഉറപ്പായിട്ടും ഉണ്ട്, റോൾ വഹിക്കുന്നു. ഉറപ്പായിട്ട് നിങ്ങൾ തോന്നുന്നു. അപ്പൊ പ്രണയത്തിനും ചായ ഒരു പങ്ക് വഹിക്കുന്നില്ല എന്നാണ് എന്റെ ചോദ്യം. പ്രണയത്തിൽ ചായ ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് ആകാം. ആണ്. പക്ഷെ അത് എനിക്ക് എന്റെ ഒരു ഭയങ്കരമായ ഒരു സംശയം തോന്നുക. നിനക്ക് പ്രണയം ഉണ്ടായപ്പോ എനിക്ക് ഒരിക്കലും എനിക്ക് 30 വയസ്സായി. അടുത്ത കല്യാണം പോയ അപ്പൊ സ്വാഭാവിക കിരൺ എന്ന വ്യക്തി ഇനി പല വീടുകളിൽ ചെന്ന് ചായയും അല്ലെങ്കിൽ അപരിചിതരായിരിക്കുന്ന സ്ത്രീ ജനങ്ങളിൽ നിന്ന് ചായ ഫ്രണ്ട്ഷിപ്പ് സ്ഥാപനമാക്കാൻ നീ നിന്റെ അച്ഛനും അമ്മയും പെങ്ങളായിട്ട് പോയി ഒരു വീട്ടിൽ എന്നിട്ട് ഫ്രണ്ട്ഷിപ്പ് ആണല്ലോ നീ സ്ഥാപിക്കാൻ എനിക്ക് പോകുന്നു. അതൊരു ജീവിതം പങ്കാളി തിരഞ്ഞെടുക്കാൻ വേണ്ടിയുള്ള ഒരു ഉപാധിയിലേക്ക് കിടക്കുമ്പോഴേക്കും അത് ഈ പ്രണയം എന്ന് പറയുന്ന സാധനം അത് കഴിഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ചായ ഇഷ്ടപ്പെടാത്ത മനുഷ്യർ, ചായ ഇഷ്ടപ്പെടാത്തൊരു മനുഷ്യരാണ്. അല്ല അത് അത് എനിക്കറിയത്തില്ല, അവരെ കുറിച്ച് എനിക്ക് പറഞ്ഞത്. ഇഷ്ടമില്ല കാപ്പി ഇഷ്ടമാണ്. ശരിയാ, ഉറപ്പായിട്ടും ഉണ്ട് കേട്ടോ. ചില അങ്ങനത്തെ ആൾക്കാരുണ്ട്. നീ ആദ്യമേ തുടക്കത്തിലൊരു കാര്യം പറഞ്ഞു, നിനക്ക് കട്ടൻ ചായ എനിക്ക് പാൽ ചായ ഇഷ്ടം. എന്റെ കാഴ്ചപ്പാട് വേറെ, നിന്റെ കാഴ്ചപ്പാട് ഉറപ്പായിട്ടും ശരിയാ. അപ്പോൾ സ്വാഭാവികമായി ചായ ഇഷ്ടപ്പെടാത്ത ആൾക്കാരും ഉണ്ട്. ശരിയാ, അത് അവരുടെ രാഷ്ട്രീയവും എല്ലാ കാര്യങ്ങളും വേറെ ആയിരിക്കുമെന്ന് നമുക്കൊന്ന് ഉപമിക്കാം. എന്ന് വെച്ചാൽ 100% ശരിയെന്ന് ഞാൻ പറഞ്ഞു. ഇല്ല, ശരിയാണ്. വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഭാഗത്ത് നോക്കുമ്പോൾ അവർക്ക് ശരി. ഈ ചായ വ്യവസായവൽക്കരിക്കുകയാണെങ്കിൽ നീ ഒരു ബിസിനസ് തുടങ്ങണം. ഈ ചായ വ്യവസായവൽക്കരിക്കുകയാണ്, നീ ഒരു സെയിൽസ് ആവുന്നുണ്ട്. നീ സെയിൽസ് ആകുമ്പോൾ മാർക്കറ്റിംഗ് നിന്റെ ജീവിതത്തിൽ രാവിലെ തൊട്ട് വൈകിട്ട് വരെയുള്ളതിൽ നീ ഉച്ചയ്ക്ക് ചായ ബോണ്ടയും കഴിച്ച് കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്ന് നീ ചോറുണ്ണുന്നുണ്ട്. അത് ആ ചായയും ബോണ്ടയും കഴിച്ച കാലഘട്ടത്തിൽ നിന്ന് നീ ദരിദ്രയിൽ നിന്ന് ഒരു സ്റ്റാറ്റസ് ഓഫ് ലെവൽ നീ മെയിൻറ്റെയിൻ ചെയ്ത് വന്നതുകൊണ്ടാണ് നിനക്കത് ഉറപ്പായിട്ടും. അപ്പൊ സ്വാഭാവികം അല്ല, ചായ ഒഴിവാക്കിയിട്ടില്ല. പക്ഷെ നിന്റെ ഗ്രൗണ്ട് സർഫസിൽ ചായ എന്ന് പറയുന്ന വസ്തു വളരെ പ്രാധാന്യമുണ്ട്. അപ്പൊ സ്വാഭാവികമായി ഒരു സെയിൽസ്മാൻ ആയിരുന്ന നിലയിൽ നീ ഒരു ചായ കച്ചവടം തുടങ്ങുകയാണ്, അല്ലെങ്കിൽ ചായ വ്യവസായം തുടങ്ങുകയാണ്, അല്ലെങ്കിൽ ഒരു ടീ പ്ലാന്റേഷൻ തുടങ്ങുകയാണ്. അതിന് ഏത് രീതിയിലായിരിക്കും നീ കൊണ്ടുപോകാൻ ശ്രദ്ധിക്കും, അല്ലെ ഏത് രീതിയിലായിരിക്കും നീ ഒരു ഇൻട്രൊഡ്യൂസ് ചെയ്യും? കാരണം അണ്ണാച്ചിമാരുടെ ചായ, ബായിമാരുടെ ചായ, നമ്മുടെ പൊൻകൂത്ത് ബിനിച്ചേട്ടൻ്റെ ചായ, അതുപോലെ തന്നെ കൊട്ടാരത്തിലെ ചായ, KR ബേക്കറിയിലെ ചായയുണ്ട്, പലതരം ചായകളുണ്ട്. അപ്പം കെ ചായ എന്ന് പറയുമ്പോൾ കിരൺ ടീ എന്നറിയപ്പെടണം. നീ അതിനെ എങ്ങനെ വ്യവസായം? എന്തെങ്കിലും ഒരു പുതുമ അതിനകത്ത് കൊണ്ടുവരാൻ നോക്കുകയെന്നേ ഉള്ളൂ. ഒരു ചായ എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും പുതുമ കൊണ്ടുവരാൻ അത് കൊള്ളാം. അത് കിരണ്ട ചായ, അത് ഇപ്പം അത് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ കിരണ്ടടൽ ചായ ആ ടേസ്റ്റ് അങ്ങനെ ഒരു ഐഡന്റിറ്റി ചായക്കകത്ത് അതാണുള്ളതല്ലേ. വ്യത്യസ്തമാക്കാന്ന് പറഞ്ഞാൽ ചായക്കകത്ത് ഉപ്പിട്ട് കൊടുക്കാന്ന് മാത്രമേ ഉപ്പിട്ട് കൊടുക്കാന്ന് മാത്രമല്ല, അതിനകത്ത് ഇപ്പം ഏലക്ക, ഗ്രാമ്പൂ, പട്ട അങ്ങനെയുള്ള ഇതെല്ലാം ചേർത്ത് ഓൾറെഡി ഉണ്ടല്ലോ ഉണ്ട്. പക്ഷെ അതിനകത്ത് ഇതിപ്പം ഞാൻ പറട്ടെ, ഇപ്പം ഈ പഴത്തൊലി വെച്ച് ഒരു ചായ ഇപ്പം എടുക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് പുതിയൊരു ഒരു എന്തെങ്കിലും ഒരു പരീക്ഷ, ഒരു എക്സ്പെരിമെന്റ് നടത്താന്നേ ഉള്ളൂ. ചായ പുതിയതായിട്ട് പുതിയ സമൂഹത്തിന് കൊടുക്കണം. ചായ എന്ന് പറയുന്നത് ആൾക്കാർക്ക് സംസാരിക്കാനുള്ള ഒരു വസ്തുവായി കാണിക്കണം. ചായ എന്ന് പറയുന്നത് ഒരു കൂട്ടം ആൾക്കാർ കൂടാനുള്ളത്, വീട്ടുകാർ തമ്മിൽ യോജിപ്പിക്കാനുള്ളതായിരിക്കണം, ബന്ധങ്ങൾ തമ്മിൽ യോജിപ്പിക്കാനുള്ളതായിരിക്കും എന്ന് ചിന്തിക്കുമ്പോൾ നിന്റെ മനസ്സിൽ ഇന്നോവേഷനായി ചായയെക്കുറിച്ച് എന്തായിരിക്കും? വ്യത്യസ്തമായി കൊണ്ടുവരണമെന്നാണ് എല്ലാ വ്യവസായികളും ആഗ്രഹിക്കുന്നത്. അപ്പം നിനക്ക് ചായയെക്കുറിച്ച് നിന്റെ മനസ്സിൽ അല്ല, നീ ചോദിച്ചത് സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല. ഉള്ള പറയുന്നത് അതായത് രാമനവും വെടിവെക്കാതെ കിരണിന്റെ ചായ ടീ എന്ന് പറയപ്പെടുമ്പോൾ അതിനെ വ്യവസായവൽക്കരിക്കുകയാണ്. ഈ വ്യത്യസ്തമായി ആ ടീയിൽ എന്തായിരിക്കും നീ കൊണ്ടുവരാൻ സാധിക്കുന്നത്? അതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, എന്തേലും വ്യത്യസ്തമായിട്ട് അത്
ഒരു എക്സ്പെരിമെൻ്റൽ പ്രോസസ്സായിട്ട് എന്തെങ്കിലും നമ്മൾ ചെയ്ത് നോക്കണം, എങ്കിലും അറിയത്തുള്ളൂ. ഞങ്ങളൊരു സംരംഭം തുടങ്ങാൻ എനിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഐഡിയ എനിക്കുണ്ടെങ്കിൽ ഞാൻ ഒരു വ്യത്യസ്തമായ എന്തെങ്കിലും ഞാൻ നോക്കും. ഇങ്ങനെ ഒരു ചായ കച്ചവടം തുടങ്ങിയിട്ട് എത്ര നാളുകൊണ്ട് നിനക്കൊരു മീൻസ് നീ ഉദ്ദേശിക്കുന്നതിനെക്കാട്ട് ഒരു ബെറ്റർ ലെവലിൽ എത്താൻ സാധിക്കും? ഒരു നിന്റെ കടയിൽ എത്ര ചായ വയ്ക്കണം? അതിനെക്കുറിച്ച് കറക്റ്റ് ഐഡിയയായിട്ട് പറയാൻ പറ്റും. അത് ഡിപ്പെൻസ് നമുക്ക് തുടങ്ങുന്ന സ്ഥലങ്ങൾ, നമ്മുടെ കച്ചവടം. ജിയോഗ്രഫിക്കൽ ഫാക്ടേഴ്സ് ചായയെ ഭയങ്കരമായി ബാധിക്കുന്നു. അതായത് കുട്ടിക്കാലത്ത് പോയി ചായ കുടിച്ചിട്ടുണ്ടോ? ഷീറ്റിൽ നിറയെ സൗഹൃദമായിട്ട് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചായ കുടിക്കാൻ വേണ്ടി ഇവിടുന്ന് 30-35 കിലോമീറ്റർ താണ്ടി രാത്രി 12 മണി 1 മണിക്ക് പോകും. എല്ലാ സൗഹൃദങ്ങൾക്കിടയിൽ ഈ ഒരു സംഭവം ഉണ്ട്. ഞാൻ ഒരു തവണ മറ്റേ കോവിഡിൻ്റെയൊക്കെ വിഷയം വന്നു കണ്ണൂരിൽ നിന്ന് കാസർഗോഡ് വരെ ബൈക്കിൽ സഞ്ചരിച്ച് യുവാക്കൾ വന്ന് ചായ കുടിക്കുക. അവന്മാരുടെയൊക്കെ മൈൻഡ് ചായ എന്ന് പറഞ്ഞത് മൈൻഡ്. മിക്കവാറും ഈ ഒരു സീരീസ് കഴിയുമ്പോൾ കാഞ്ഞിരപ്പള്ളി എന്ന മഹാനഗരത്തിൽ സിവിൽ സ്റ്റേഷന്റെ താഴെ KT എന്ന് അറിയപ്പെടുന്ന കിരൺ ടി എന്ന് പറയുന്ന ഒരു അത് പറയല്ലേ. ശരി. അപ്പൊ നമ്മൾ സബ്ജക്റ്റിൽ നിന്ന് ഒരുപാട് ഡീവിയേറ്റ് ചെയ്തു പോയായിരുന്നു. നമ്മൾ ചായ വ്യവസായം കഴിയുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ അമ്മാച്ചമാർ, ഞാൻ ഈ രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു, ഈ യുവജന സംഘടനയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ വയനാടിനൊരു കൈത്താങ്ങായിട്ടെന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനത്തൊരു പരിപാടി നടത്തിയപ്പോൾ DYFIക്കാർ ഈ ചായ ഷോപ്പുകൾ ഏറ്റെടുത്ത്, ഒരു ദിവസത്തെ ചായ ഷോപ്പുകൾ ഏറ്റെടുത്തുകൊണ്ട് ഒരു കളക്ഷൻ വഴി നടത്തി. അന്ന് ഞാൻ ശരിക്കും കിട്ടിപ്പോയി. അതായത് 4500 രൂപ 5000 രൂപ പ്രോഫിറ്റ് ഒരു കടയിലോ. അതായത് നമ്മുടെ SH സ്കൂളിൻ്റെ താഴെ ഇരിക്കുന്ന പ്രോഫിറ്റ്. നീ ആലോചിക്കണം, ഗ്യാസിൻ്റെ ചായ മാത്രമുള്ള പ്രോഫിറ്റ് ആണോ, ചായയും കടിയും മൊത്തത്തിലുള്ള പ്രോഫിറ്റ്? ചായൻ്റെ പ്രോഫിറ്റ് 2000, കടിയുടെ പ്രോഫിറ്റ് 2500. അതും വൈകുന്നേര സമയത്തുള്ള പ്രോഫിറ്റിൻ്റെ. അപ്പോൾ ചായ വ്യവസായം എനിക്കിരിക്കുന്നത് കൊണ്ട് വളരെ പ്രോഫിറ്റ് ഉണ്ടാകും. എനിക്ക് ഈ ചായയെക്കുറിച്ച് പറയുമ്പോൾ എപ്പോഴും ചായയുടെ രാഷ്ട്രീയം സംസാരിക്കാൻ നമ്മൾ വിഷയത്തിന് വ്യതിചരിക്കുന്നില്ല. ചായയുടെ രാഷ്ട്രീയം സംസാരിക്കും. ചായയെക്കുറിച്ച് പറയുമ്പോൾ ചായയുടെ രാഷ്ട്രീയം സംസാരിക്കും. അല്ല, പിന്നെ നിനക്കറിയാം രാഷ്ട്രീയം എന്ന് പറ, ചായയുടെ രാഷ്ട്രീയം എന്താന്ന് പറ. നിനക്കറിയാം രാഷ്ട്രീയം, എനിക്കറിയത്തില്ല ചായയുടെ രാഷ്ട്രീയത്തെ കുറിച്ച്. നിനക്കറിയാവുന്ന രാഷ്ട്രീയം എന്ന് പറ. എനിക്കറിയാവുന്ന രാഷ്ട്രീയം ഇപ്പം നീ നേരത്തെ പറഞ്ഞു വെച്ചതുപോലെ സൗഹൃദങ്ങൾ കൂടുമ്പോൾ ചായ ഇപ്പം നമ്മൾ സ്വാഭാവികമായിട്ട് ഇപ്പം ഞാനും നീയും കൂടെ ചായ കുടിക്കാൻ നമ്മൾ പല അവസരങ്ങളിലും പോയിട്ടുണ്ട്. അപ്പം നമ്മളവിടെ സംസാരിക്കുന്നത് സമൂഹത്തിൽ നടക്കുന്ന പല കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ജസ്റ്റ് സംസാരിച്ച്. ഇപ്പം വേടൻ്റെ ഇഷ്യൂ വന്നപ്പോൾ നമ്മൾ ഇപ്പം നീ ആയിട്ടൊന്നല്ല, ഞാൻ എൻ്റെ കൂട്ടുകാരൻ കുറച്ച് പേര് വേടൻ്റെ ഇഷ്യൂ വന്നപ്പോൾ ചായ കുടിച്ച് 5-ാം മൈലിലേക്കോ, 5-ാം മൈലല്ലേ പാലാ റോഡിൽ 5-ാം മൈൽ ഇരുന്നപ്പോൾ അവിടെ ഒരു കലിമുണ്ട്. ആ കലിങ്ങിനെ കൊണ്ടാൽ ഭാസ്കറിൻ്റെ കടയിൽ ചായ പിടിച്ച് കടയിൽ പിടിച്ച് ഞങ്ങൾ ഷിഫ്റ്റ് ചെയ്തൊക്കെ ചായ ഇരുന്നുകൊണ്ട് ചായ കുടിക്കുന്നു. ചായ കുടിച്ചിട്ട് ഇങ്ങനെ സംസാരിക്കുന്നു. നല്ല വേടനെ പിടിച്ചുകൊണ്ട് പോയി പോലീസ് വിളിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരാൾ സംസാരിക്കുമ്പോൾ അവിടെ കയ്യിൽ ചായ ഉണ്ട്. നീ പറഞ്ഞ പോലെ അവിടെ അയാൾക്ക് ഉണർവ് കിട്ടുമോ? അപ്പോൾ സ്വാഭാവികമായിട്ട് അയാളുടെ മനസ്സിൽ കിടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ അയാൾക്ക് സാധിക്കുന്നു. അതുപോലെ മറ്റൊരു തരത്തിൽ മറ്റൊരു വേർഷനാണ് മദ്യം എന്ന് പറയുന്നത്. മദ്യം അടിച്ചു കഴിഞ്ഞാൽ ഉള്ളിൽ കിടക്കുന്ന സംഭവം പുറത്ത് നമ്മൾ പറയാൻ തുപ്പാൻ തുടങ്ങും. സത്യം തുപ്പ സത്യം. ഈ ചായ എന്ന് പറയുന്നത് സത്യം പറയുക എന്ന് പറയും. മദ്യം തുപ്പുകയും ചായ പറയുകയും ചെയ്യും. ഉറപ്പായിട്ടും. അപ്പോൾ ചായയുടെ രാഷ്ട്രീയം ഇപ്പം നീ എന്ത് പറയുന്നു അതാണ് നിന്റെ രാഷ്ട്രീയം. അല്ല, ശരിയാണ്. നമ്മൾ മദ്യം പക്ഷേ അതിനായിട്ട് വ്യത്യസ്തമാണ്. മദ്യം പറയേണ്ടാതെ വരുന്ന പല കാര്യങ്ങളും അറിയാതെ പറഞ്ഞു. അതായത് സത്യം തുപ്പുകയെന്ന് നീ പറഞ്ഞു. അത് തന്നെയാണ്. ചായ എന്ന് പറയുന്ന ഒരു വസ്തു, ചായയുടെ രാഷ്ട്രീയം സംസാരിക്കുന്ന ആരിലൂടെ, ചായ ആരുടെ കയ്യിലിരിക്കുന്നു അവർക്ക് ഈ ഓന്തിൻ്റെ നിറവും ഓന്തും ചായയും തമ്മിൽ ഭയങ്കരമായ ബന്ധവും. എന്നു വെച്ചാൽ ഓന്ത് ഏത് സർഫസിലിരിക്കും, ആ സർഫസിൻ്റെ ഏത് കളർ, ആ കളറിലേക്ക് ഓന്ത് മാറും. ശരിയല്ലേ? ചായ ഇപ്പം നിന്റെ കയ്യിൽ ചായ ഇരിക്കുകയാണെങ്കിൽ കപ്പൻ ചായയോ കടിൻ ചായയോ പാൽ ചായയോ പാൽ കാപ്പിയോ പൊടിക്കാപ്പിയോ എന്തൊരിക്കട്ടെ, അവിടെ നീ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ വസ്തുവിൽ കൂടെ നീ പറയുകയെ ആ വസ്തു അവിടെ ആ പ്രോപ്പർട്ടി സ്വാഭാവികമായിട്ട് ഈ നിന്നെ പറയാനും കൂടെ പ്രേരിപ്പിക്കുന്നു. കാരണം ചായ കുടിക്കുമ്പോൾ മാത്രമാണ് ഒരു കൂട്ടം കൂടുന്നത്. സൗഹൃദങ്ങൾക്കിടയിൽ മിക്കപ്പോഴും ചായ കുടിക്കുമ്പോഴാണ് ഒരു കൂട്ടം കൂടുന്നത്. നമ്മുടെ വീട്ടിലാണെങ്കിലും നമ്മുടെ മെയിൽ ഷോവനിസത്തിൻ്റെ കാര്യം സമൂഹത്തിൽ പറഞ്ഞു വരുന്നത്. മെയിൽ ഷോവനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷാധിപത്യം. നമ്മുടെ വീട്ടിൽ സ്വാഭാവികമായിട്ട് രാവിലെ എഴുന്നേറ്റ് ആർക്കും വേണ്ടി ചായ ഇടും. അമ്മ ആർക്കും വേണ്ടി ആയിരിക്കും ചായ ഇടും.
ഇവിടുത്തെ ഗ്രഹനാഥന് വേണ്ടിയാ. ഗ്രഹനാഥനാണ്. സ്വാഭാവികമായിട്ട് കേരള സംസ്കാരത്തിൽ എല്ലാ വീടുകളിലും ഭൂരിഭാഗം വീടുകളിലും ചായ ഇടുന്നത് അവിടുത്തെ ഗ്രഹനാഥന് വേണ്ടിയാണ്. അപ്പോൾ സ്വാഭാവികമായി അവിടെ ഒരു ഡൊമിനൻസി ആർക്കാണ് കിട്ടുന്നത്? പുരുഷന്മാർ. അപ്പോൾ ഒരു കാലഘട്ടത്തിലെ ഒരു സാമൂഹ്യപരമായി നിൽക്കുന്ന പ്രതിസന്ധികളുടെ അല്ലെങ്കിൽ സാമൂഹ്യപരമായി നിൽക്കുന്ന ചട്ടങ്ങളെ അതായത് നിലനിന്ന് പോകുന്ന ഒരു സമ്പ്രദായമല്ലേ, ആ സമ്പ്രദായത്തെ ചായ എന്ന പ്രോപ്പർട്ടിയിലൂടെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. പുരുഷാധിപത്യം ഒരു വീടിൽ നിന്ന് തുടർന്ന് സമൂഹത്തിൽ വരുന്നു. നമ്മൾ പുരുഷന്മാർ ചായ കുടിക്കാൻ പോകുന്ന പോലെ സ്ത്രീകൾ ചായ കുടിക്കാൻ പോകും. പണ്ടൊക്കെ ഇല്ലായിരുന്നു, ഇപ്പോഴിപ്പം ആയി വരുന്നു. ഇപ്പോൾ അത് വേറൊരു വേർഷൻ ഓഫ് ടൈപ്പിലാണ് ചായ കുടിക്കാൻ പോകുന്നത്. അതായത് കഫേകൾ വന്നു, നമ്മളിപ്പോൾ കാഞ്ഞിരപ്പള്ളിയിൽ നോക്കുകയാണെങ്കിൽ ബൂസ്റ്റർ ചായ വന്നു, അങ്ങനെ ഒരു സെറ്റപ്പിലേക്ക് സംഭവങ്ങളെല്ലാം വന്നു. അപ്പോൾ സ്വാഭാവികമായി ഒരു സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ ചായ എന്നൊരു വസ്തുവിലേക്ക് മാത്രം മനുഷ്യൻ കണ്ടു തുറന്നാൽ മതി. ശരിയല്ലേ? ഒരു മനുഷ്യൻ്റെ ദാരിദ്ര്യം അറിയണമെങ്കിൽ ചായ എന്നൊരു വസ്തുവിലേക്ക് നോക്കിയാൽ മതി. ശരിയല്ലേ? ഒരു ബന്ധത്തിൻ്റെ ദൃഢത അറിയണം. സ്വാഭാവികമായ ഒരു ബന്ധത്തിൻ്റെ ദൃഢത, ഒരു സൗഹൃദത്തിൻ്റെ ദൃഢത അറിയണമെങ്കിൽ ഈ ചായ എന്ന വസ്തുവിലേക്ക് നോക്കിയാൽ മതി. അപ്പോൾ ഈ ചായ എന്ന് പറയുന്ന വസ്തു എല്ലാവരുമായിട്ട് കണക്റ്റഡാണ്. അത് തന്നെയാണ് ഞാൻ ഈ ഒരു സീരീസിലേക്ക് നമ്മൾ പറയാനും ആഗ്രഹിച്ച് ചായ എന്നൊരു സംഭവത്തിന് വികാരങ്ങൾ കൊടുത്തു. ഇതിന് മറുത്തെന്തെങ്കിലും നിനക്ക് പറയാൻ? വികാരങ്ങൾ കൊടുക്കുന്നുണ്ട്, വളരെ ശരിയാണ്. എല്ലാ തരത്തിലുള്ള വികാരങ്ങൾ കൊടുക്കുന്നുണ്ട്. ചിലപ്പോൾ ഞാൻ പറഞ്ഞപ്പോഴായിരിക്കും ഈ ഒരു പോയിന്റ് ഓഫ് വ്യൂവിലേക്ക് എല്ലാം സഞ്ചരിക്കാൻ ശ്രമിച്ചു. ശരിയാണ്, ചിന്തിക്കാവുന്ന സമയത്താണ്. ചിലപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു വെച്ച പോലെ നീ ഒരു സെയിൽസ്മാൻ ആയിരുന്നപ്പോൾ ഉച്ചയ്ക്ക് ചായയും പൂർണ്ണ കഴിക്കുന്നതിനെ കുറിച്ചോ അതിൻ്റെ അർത്ഥവും ആ ഒരു സമയത്തെ നിന്റെ സിറ്റുവേഷനെ കുറിച്ച് ഞാൻ പറഞ്ഞപ്പോഴായിരിക്കും നീ ശ്രദ്ധിച്ചു. അപ്പോൾ ഒബ്സർവേഷൻ ഇല്ലാത്ത ജനസമൂഹങ്ങളായി പോകുന്നു മനുഷ്യർ എന്ന നിലയിൽ നമുക്ക് പറഞ്ഞെത്തിക്കാൻ സാധിക്കും. ശരിയല്ലേ? ഈ ചായ എന്ന മിനിമം ഒരു 10 രൂപയിൽ അടങ്ങുന്ന ഒരു വസ്തുവിൽ ഇതിന് മാത്രം സാമൂഹ്യമായ പ്രതിബദ്ധതകൾ അടങ്ങിയിരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് നമുക്ക് കണ്ണ് തുറന്നു നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. അതിൻ്റെ രാഷ്ട്രീയം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഈ ചായ എന്ന വസ്തുവിന് ഇത്രയും പ്രസക്തി ഇന്നും സമൂഹം കൊടുക്കുന്നത്. പക്ഷേ കുരങ്ങൻ്റെ കയ്യിൽ പൂമാല കിട്ടിയ പോലെ വൈകിട്ട് ഒരു രസത്തിന് ഒരു ചായ കുടിക്കും. ശരിയല്ലേ? ഉറപ്പായിട്ടും. അപ്പോൾ ആ രീതിയിലേക്ക് നമ്മൾ പോകാതെ ഒരു കാഴ്ചപ്പാടുകളുള്ള ഒരു വസ്തുവാക്കി മാറ്റി, കാഴ്ചപ്പാടുകളുള്ള ഒരു പാനീയമാക്കി മാറ്റി, ഓരോ രുചി അറിയുമ്പോഴും അതിൻ്റെ കയ്പുകളും മധുരവും അറിഞ്ഞ് ആ ചായ ആസ്വദിക്കുവാൻ ഇങ്ങനെ ശ്രമിക്കൂ. ഇപ്പം ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു 10 പേരോട് ചോദിക്കുക ചായ എന്തനുഭൂതി നിങ്ങൾക്ക് തരുന്നത്, അതിനകത്തൊരു 5 പേരെ പറയത്തുള്ളൂ ചായ ഉന്മേഷം തരുന്നുണ്ട് എന്നാണ് ഈ പറയുന്നത്. ബാക്കിയുള്ള 5 പേര് പറയുന്നത് എന്നാ അറിയോ? കുടിക്കാത്തത് കുടിച്ചു. അതാണ് ഞാൻ കുടിച്ചു, കുടിച്ചു. അല്ലാതെ ഫീലിങ്സോ കാര്യങ്ങളൊന്നും ഇല്ല. ഫീലിങ്സും കാര്യങ്ങളും ഇരുന്നു എനിക്ക് തോന്നുന്നില്ല. അതിനകത്ത് വെച്ചാൽ പലർക്കും പല അഭിപ്രായമാണ്. ഒരു 50% ആൾക്കാർക്ക് ചിലപ്പോൾ ഫീലിങ്സ് ഉണ്ടാക്കി, 50% ആൾക്ക് ഫീലിങ്സ് ഇല്ല. നമ്മളൊക്കെ ഒരേ വായു തന്നെയാണ് ശ്വസിക്കുന്നത്. പക്ഷെ നമ്മുടെ കാഴ്ചപ്പാടുകളും ചിന്താഗതികളും ഒരുപോലെ ആകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തികച്ചും അതാ സംഭവം. അത് തന്നെ ശരിക്കും. ഇപ്പം ഈ പറയുന്ന ആ സംഭവം എല്ലാവർക്കും കിട്ടണമെന്നില്ല. അതന്നെ ആ ഒരു ഇപ്പം ഞാൻ ഇത്രയും ഉദ്ദേശിച്ചുള്ളൂ. കാലഘട്ടങ്ങൾ നമ്മൾ വരുന്നതനുസരിച്ച് നമ്മൾക്ക് മാറ്റങ്ങൾ ഉണ്ടായപ്പോഴും ഈ ചായ എന്ന പാനീയത്തിൽ ഒരു മാറ്റവും സംഭവിച്ചില്ല. ഇല്ല. ശരിയല്ലേ? ശരിയാ. ചായ എന്ന പാനീയത്തിന് ഒരു മാറ്റവും ആരും സംഭവിച്ചില്ല. അതിനകത്ത് കുറച്ചുള്ള ഇൻഗ്രീഡിയൻറ്റിൻ്റെ കാര്യത്തിൽ കുറച്ച് മാറ്റം സംഭവിച്ചു. ചായ തന്നെ അല്ല, ചായ മാത്രം ഉപയോഗിച്ച് ചായ ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ലിവിങ് ഓഫ് സ്റ്റാറ്റസ് വർദ്ധിക്കുന്നതനുസരിച്ച് ചായയുടെ പ്രസൻറ്റേഷനും ചായയുടെ ആസ്വാദനവും മാറിയിട്ടുണ്ട്. അത്രയും നമ്മൾ കൺവേ ചെയ്യാൻ ഇതിനോട് ഉദ്ദേശിക്കുന്നു. അപ്പം ഇനി ചായ കുടിക്കുമ്പോൾ നീ ശ്രദ്ധിക്കുക. നമുക്ക് ഏകദേശം ഈ സീരീസ് വൈൻഡപ്പ് ചെയ്യാം. അപ്പം കിരൺ എന്ന വ്യക്തിക്ക് ഈ ചായ എന്ന ഒരു പുതിയ രുചിയായി. ശരിയല്ലേ? ഇനി ഉറപ്പാട് ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഉറപ്പായിട്ട് ഞാൻ ഈ അടുത്ത ചായ കുടിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിക്കും. വായും പറച്ചിന് വന്ന യൂട്യൂബ് ചാനലിലാക്കുന്ന ഓരോരുത്തർക്കും അവർ ചായ കുടിച്ചുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഈ ചാനലിലാണ്. ഉറപ്പായിട്ടും ആ പകുതി ഗ്ലാസ്സിൽ ചായ കുടിക്കുമ്പോൾ അവർക്കും ഉറപ്പായിട്ട് ഇത് പുതിയൊരു അനുഭവമായിരിക്കും, പുതിയൊരു തുടക്കവുമായിരിക്കും. ചായ എല്ലാവർക്കും ആസ്വദിക്കാൻ സാധിക്കട്ടെ. ചരിത്രങ്ങൾ ഇനിയും സൃഷ്ടിക്കാനുണ്ട്. ചരിത്രങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. കിരണിലൂടെ പുതിയ ചരിത്രങ്ങൾ നമ്മൾ സൃഷ്ടിച്ചു കഴിഞ്ഞിരിക്കുന്നു. സമൂഹം ഇനിയും വളരട്ടെ. ചായ ഇനിയും മേൽപ്പടിയായി ഉയരട്ടെ. ദരിദ്രർക്കും സമ്പന്നർക്കും ഒരുപോലെ ആസ്വദിക്കാൻ സാധിക്കും.